വിവാഹ സമയമായ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കൗമാരം കഴിഞ്ഞിട്ടൊരു യുവതി എന്ന് വയ്ക്കുക. അപ്പോൾ അവരുടെ നക്ഷത്രം അനുസരിച്ച് കേതു വന്നിരിക്കുകയാണ്. ശനി ദശയിൽ ജനിച്ച ഒരാൾക്ക് കേതുവിൻ്റെ ദശയാകുമ്പോഴാണ് മിക്കവാറും ശനി മുക്കാലം കിട്ടിയില്ല എന്ന് വയ്ക്കുക. അപ്പോൾ പൂയമനയുടെ ഉത്രട്ടാതി അവർക്ക് ബുധനും പിന്നെ 17 വർഷത്തെ ബുധനം കിട്ടിയിട്ട് പിന്നെ കേതു വന്നു കഴിഞ്ഞപ്പോഴാണ് വിവാഹയോഗ സമയം എന്ന് വെക്കുക. എന്നുവെച്ചാൽ വിവാഹത്തിൻ്റെതായ സാധാരണ മനുഷ്യർ കണക്കാക്കുന്ന ഒരു വിവാഹപ്രായം ജ്യോതിഷവിധിയല്ല പറഞ്ഞത്. ആ സമയത്ത് കേതുവിൻ്റെ ദശയാണെന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് കളഞ്ഞ ആളുകളുണ്ട് മുമ്പൊക്കെ. കേതുവിൻ്റെ ദശ, അതുകൊണ്ട് കേതുവിൻ്റെ ദശയിൽ വിവാഹം നടത്തുകയേ വേണ്ട. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിന്നു പോയിട്ടുണ്ട് കഴിഞ്ഞ കാലയളവിലൊക്കെ കുറേ പെൺപിള്ളേരും ഒക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇനിയും പിന്നെ നിങ്ങൾക്ക് 40 വയസ്സിലേ നടക്കും, 50 വയസ്സിലേ നടക്കും, 30 വയസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടും. അത് ഭയന്നിട്ട് അവസാനം ഏതെങ്കിലും കൈ കിട്ടിയവൻ്റെ കൂടെ കെട്ടിച്ചു വിട്ട സമ്പ്രദായങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു മണ്ടത്തരമാണ്. കേതുവിൻ്റെ ദശയാണെങ്കിൽ പോലും കേതുവിൻ്റെ ദശയിൽ കേതു എങ്ങനെയാണ് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിനൊരു പരിഹാരം, ഇതിനൊരു മറുമരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിഹാരം ഇതെല്ലാം കണ്ടെത്തണ്ടേ? അതെ, കണ്ടെത്തിയതിന് ശേഷമുള്ള കാര്യമാണ് പരിഹാരം നമ്മൾ പറയണം. അപ്പൊ കേതുവിന്റെ ദശയിൽ ശുക്രാപഹാരത്തിൽ കല്യാണം നടന്ന ധാരാളം പേരുണ്ട്. കേതു ഒന്നും എല്ലാവർക്കും ഒന്നും ഒരുപോലെ അങ്ങ് ദോഷം ചെയ്യണമെന്നില്ല. ചിലർക്ക് ഒരുപാട് ഈ പെട്ടാഭാഗ്യങ്ങൾ ചെയ്യും കേതു. പെട്ടാഭാഗ്യം വെച്ചാൽ ഓർക്കാപ്പുറത്തുള്ള ഭാഗ്യം, പിന്നെ ഒരിക്കലും ലഭിക്കത്തില്ല, അങ്ങനെ വരാൻ വഴിയില്ല എന്നുള്ളിടത്ത് പോയിട്ട് അവിടെ ഭാഗ്യം. മനസ്സിലായില്ലേ? ഈ ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യം ആർക്കും സംഭവിച്ചില്ല, പക്ഷെ ഇവർക്ക് മാത്രം അത് സംഭവിച്ചു, ഏറ്റവും ഗുണകരമായി എന്ന് പറയിപ്പിക്കുന്നതൊക്കെ ചെയ്യാറുണ്ട് കേതുവൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഓരോ അപഹാരങ്ങൾ വരുമ്പം ആ വ്യക്തിയുടെ ഗ്രഹനിലയിലെ ശുഭഗ്രഹങ്ങളുടെയൊക്കെ അപഹാരങ്ങളൊക്കെ വരുമ്പോൾ കല്യാണം പോലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.